അധികാരവും ഇല്ലാത്തധികാരം കൊടുത്തുവാണോ ഈ IAS ഉദ്യോഗസ്ഥരെ പൊതുവിൽ സർക്കാരിനെതിരാക്കിയത്, അല്ലെങ്കിൽ ഇത്തരം താങ്കളെപ്പോലുള്ള പ്രതികരിക്കാനിടയാക്കിയത്? ശ്രീ KM എബ്രഹാം മന്ത്രി പദവി കൂടി അസ്യൂം ചെയ്തതിന് ശേഷം സംസ്ഥാന ഗവൺമെന്റിലെ രണ്ടാമനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിനെ മറികടന്ന് നിരവധി അവസരങ്ങളിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്കും മറ്റു മന്ത്രിമാർക്കും വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5000-6000 കോടി ഒരു വർഷം വായ്പയായിട്ടും ഗ്രാന്റായിട്ടും കിഫ്ബിക്ക് ലഭ്യമാവുന്നു. ഏകദേശം 40,000 കോടി രൂപയോളം ഏതൊരു വകുപ്പിനേക്കാളും വലുതാണ് കിഫ്ബിയുടെ ധനവിനിയോഗം. അപ്പൊ ഇത് കയ്യിൽ വരികയും കിഫ്ബി സർക്കാരിനേക്കാൾ ശക്തമായ ഒരു സ്ഥാപനമാണെന്ന് വരികയും ചെയ്തതോടുകൂടി എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ സർക്കാരിലെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം വളർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ താൽപര്യത്തിലും അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവിലുമാണ് അഖിലേന്ത്യാ സർവീസിന്റെ മൂവ്മെന്റുകളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളും പരിഗണിക്കപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ജൂൺ 30 വിരമിക്കുകയാണ്. അടുത്ത് സീനിയറായിട്ടുള്ള ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളുകളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് വന്ന് KM എബ്രഹാമുമായിട്ട് മീറ്റിംഗ് നടത്തി എന്നെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് മടങ്ങുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം ഭരണഘടനാപരമായ ചുമതലകൾ ഏറ്റെടുത്ത് മറ്റു മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഇൻസ്ട്രക്ട് ചെയ്തു തുടങ്ങുകയും നിയമനത്തിലടക്കം അനർഹമായിട്ടുള്ള കൈകടത്തൽ നടത്തുകയും ചെയ്തതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ IAS അസോസിയേഷനുമായിട്ടും എനിക്കെതിരെയും ഒക്കെയുള്ള നടപടികളിലേക്കും ലിറ്റിഗേഷൻസിലേക്കും നീട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പുതുതായിട്ട് വരുന്ന ഗവൺമെന്റിന്റെ മുന്നിൽ ഡെഫിനറ്റായിട്ടും ലിഖിതത്തിൽ തന്നെ ഇത്തരം ലോങ് റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ സർവീസിലെ ആക്റ്റീവ് പൊസിഷനുകളിൽ കൊണ്ടുവരുന്നതിൽ നിന്നും ആ ഒരു പുവർ പ്രസിഡന്റ് അവസാനിപ്പിക്കണമെന്ന് പുതുതായിട്ട് ചുമതലയെടുക്കുന്ന മുഖ്യമന്ത്രിയോടും ഗവർണറോടും അതിന്റെ സമയത്ത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അത് വളരെ മോശം എക്സാമ്പിളായി മാറിയിട്ടുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. വളരെ കൂടുതൽ അന്വേഷണവും വളരെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസും ആവശ്യമുള്ള ഒട്ടേറെ ക്രമക്കേടുകളുടെ നീണ്ട നിരകൾ തന്നെ ഞാൻ ഈ പരാമർശിച്ച സ്ഥാപനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ ദിവസം അതിലേക്ക് കടക്കുന്നത് അനവസരത്തിലാണ്. കാരണം ഞാനൊരു പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുകയാണ് എന്ന് പറഞ്ഞേക്കാം. അത് അതിന്റെ സമയത്ത് വിസിറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുടെ കോണ്ടാക്ട് ഒന്നിലധികം സ്ഥലങ്ങളിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, സീനിയർ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിട്ടുണ്ട്, ഭീഷണിയിലും അവരുടെ ഇംഗിതത്തിനൊത്ത് താളം തുള്ളാത്തവരെ വകവരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അടുപ്പിക്കാനുള്ള ഒരു പരിശ്രമവും വിരട്ടും. അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ്, മുൻപില്ലാത്ത വിധം കേരളത്തിലെ IAS എക്കാലവും രാഷ്ട്രീയമായിട്ട് പൂർണ്ണ നിഷ്പക്ഷതയോടുകൂടി അവരുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ളതാണ്. അതിന് ഘടകവിരുദ്ധമായിട്ട് ഈ കിഫ്ബിയുടെ നേതൃത്വത്തിലും ഞാൻ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിരവധി സർവിംഗ് ഓഫീസർമാരുടെ സഹകരണത്തോടുകൂടിയും സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാക്കാൻ ഒരു ഉദ്യോഗസ്ഥ കോക്കസ് കഴിഞ്ഞ ഏകദേശം 6 മാസമായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികൾ നടപ്പാക്കാൻ കൂടുതൽ ഉത്സാഹിച്ചിട്ടുണ്ട്. ചിലപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവരോട് അടുത്ത് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥർ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ സറ്റിലായിട്ട് അവരുടെ കർമ്മത്തിന് ഒരു മിഴിവ് കിട്ടത്തക്ക രീതിയിൽ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ IASലും IPSലും ഞാൻ എന്റെ 28 വർഷം നീണ്ട സർവീസിൽ കണ്ടിട്ടേയില്ല. പക്ഷെ ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് കഴിഞ്ഞ നവംബർ മുതലെങ്കിലും സംസ്ഥാനത്ത് ചില IAS ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തുകൊണ്ടും ഈ കിഫ്ബി മേധാവിയുടെ നേതൃത്വത്തിലും സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാക്കാനായിട്ട് IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ പബ്ലിക് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, കടമെടുത്ത കിഫ്ബി ഫണ്ടുകൾ പോലും ഉപയോഗിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്ത് അതിലേക്ക് പോവുകയാണുള്ളത് ഉണ്ടായത്. ഇക്കാര്യങ്ങൾ പരാമർശിച്ചതാണ് എനിക്കെതിരെയുള്ള വിരോധത്തിന്റെ നീഡിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കിഫ്ബിക്ക് സർക്കാരിന് വേണ്ടി ഇമാതിരി ഒരു പബ്ലിസിറ്റി ക്യാമ്പയിനോ പരസ്യ ക്യാമ്പയിനോ നടത്താനുള്ള യാതൊരു നിയമപരമായ അധികാരവുമില്ല. അവരുടെ ചാർട്ടർ വായിച്ചാൽ, അവരുടെ ആക്ട് വായിച്ചാൽ അവര് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിനും അതിന്റെ ആൻസിലറി യൂസസിന് മാത്രമേ അവർ കടമെടുക്കുന്ന ഫണ്ടുകൾ ഉപയോഗിക്കാവൂ. ഇവിടെ ബോംബെ ആസ്ഥാനമായിട്ടുള്ള ഒരു വലിയ PR കമ്പനിയെ വാടകയ്ക്കെടുത്തുകൊണ്ട് ഹോർഡിങ്ങുകൾ മുതൽ പത്രപരസ്യങ്ങൾ മുതൽ ഡിജിറ്റൽ ക്യാമ്പയിൻ അടക്കം എനിക്ക് തോന്നുന്നു 130 കോടിയുടെയോ മറ്റോ ക്യാമ്പയിനാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ഈ വർഷം മാത്രമല്ല, 2021 ഇലക്ഷനിൽ 75 കോടിയുടെ ക്യാമ്പയിൻ കമ്മീഷൻ ചെയ്തു. ഇപ്പൊ മാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾ നൽകുന്ന ഒരു സമീപനത്തെ എതിർക്കാനൊന്നും കഴിയുകയില്ല. പക്ഷെ ഇവിടെ
കിഫ്ബിക്ക് പറഞ്ഞിട്ടുള്ള ഡൊമൈനിലല്ല കിഫ്ബി പ്രവർത്തിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അതിന് ജസ്റ്റിഫിക്കേഷനായിട്ട് കിഫ്ബി കൊടുത്ത പത്രക്കുറിപ്പ് ഞാൻ വായിക്കാനിടയായി. കിഫ്ബിയുടെ കടമെടുപ്പ് ബോണ്ടുകൾക്ക് കൂടുതൽ റേറ്റിംഗ് കിട്ടാനാണ് കേരളത്തിലെ ഡിജിറ്റൽ മീഡിയയിൽ മലയാളത്തിൽ പരസ്യം കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ റേറ്റിംഗ് നടത്തുന്ന ഒരു ഏജൻസിയും കേരളത്തിലല്ല പ്രവർത്തിക്കുന്നത്. അവരാരും ഈ മലയാളത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന പരസ്യങ്ങൾ കാണാനോ അത് വിലയിരുത്താനോ പോകുന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സിവിൽ സർവീസിന്റെ പുറത്ത് അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ടുവരികയും ആ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പബ്ലിക് ഫണ്ടുകൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് വലിയ തോതിൽ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താനായിട്ട് ഒരു പറ്റം ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയും ആ പരിശ്രമത്തോട് സഹകരിക്കുകയോ നിസ്സഹകരിക്കുകയോ ചെയ്ത ആളുകളെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടാനുള്ള പരിശ്രമവുമാണ് ഈ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. വലിയ കൊള്ള ഈ ഫണ്ടിന്റെ കാര്യത്തിൽ വലിയ കൊള്ള രണ്ടാം പിണറായി സർക്കാർ കാലത്ത് നടന്നിട്ടുണ്ടെന്നാണ്. വലിയ ഇറഗുലാരിറ്റീസ് നടന്നു എന്നുള്ളതിന് എന്താണ് സംശയം? ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാലോ. ഇപ്പൊ എന്നെ ഗവൺമെന്റിൽ നിന്നും ആ കമ്മീഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആഴ്ച എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം വയനാട്ടിലെ റീഹാബിലിറ്റേഷൻ പ്രോജക്ട് മുണ്ടക്കൈ റീഹാബിലിറ്റേഷൻ പ്രോജക്ട് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ ഒരു വർഷത്തോളം ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ പത്രവാർത്തകൾ കഴിഞ്ഞ 24 ഡിസംബറോട് കൂടിയിട്ട് പത്രവാർത്തകൾ വല്ലാതെ ഇക്കാര്യത്തിൽ കടന്നാക്രമിക്കാൻ തുടങ്ങിയപ്പോൾ എടുത്തുപിടിച്ച് ഈ പിരിഞ്ഞു കിട്ടിയ 745 കോടി മൊബിലൈസ് ചെയ്തുകൊണ്ട് ULCCSനെയും കിഫ്കോണിനെയും കൺസൾട്ടൻസ് ആക്കിക്കൊണ്ട് ധൃതിയിൽ ഈ വർക്ക് മുഴുവൻ കമ്മീഷൻ ചെയ്യാനായിട്ട് സെക്രട്ടറിമാരുടെ ഒരു കമ്മിറ്റി തീരുമാനിച്ചു. അല്ലെങ്കിൽ സെക്രട്ടറിമാരുടെ കമ്മിറ്റിയിൽ ഇത് ചർച്ചയ്ക്ക് വന്നു. ഞാൻ രണ്ട് ചോദ്യങ്ങളെ അവിടെ ചോദിച്ചുള്ളൂ. അത് ഈ സോൾ സോഴ്സിംഗ് ബേസിസിൽ ഈ 300 കോടി നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അക്രഡിറ്റഡ് ഏജൻസീസിന് തമ്മിൽ അങ്ങനെ ഒരു ഹൈക്കോടതി വിധിയുണ്ട്, ഒരു ടെൻഡർ നടത്തണ്ടേ? ഈ കിഫ്കോൺ ആണ് ഇതിന്റെ കൺസൾട്ടൻസ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കിഫ്കോൺ ഒരു അക്രഡിറ്റഡ് ഏജൻസി ആണോ? അവർക്ക് മുമ്പ് ക്വാളിറ്റി സൂപ്പർവൈസ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനുമുള്ള എന്തെങ്കിലും മുൻപരിചയം അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ചർച്ച അവിടെ അവസാനിച്ചു. ഇത് പിന്നീട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറിയെ യോഗം പിരിച്ചുവിട്ടു. അടുത്ത ബുധനാഴ്ച എന്നെ തദ്ദേശഭരണ കമ്മീഷനാക്കി മാറ്റിക്കൊണ്ട് അസൗകര്യം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ മുന്നോട്ട് പോയാലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഫലം എന്താണ്? ഫലം ഈ വിഷുവിന് 148 വീടുകൾ, അല്ലെ? 148 വീടുകൾ താക്കോൽ കൈമാറിയവർ കയറി പാർക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എത്ര വീടുകളിൽ ആൾക്കാർക്ക് പാർക്കാൻ സാധിച്ചു? ഞാൻ പിന്നീട് കേട്ടത് അങ്ങനെ ആദ്യം പൂർത്തിയായ 40 വീടുകളിൽ 2 ഈ പറയുന്ന മുൻപരിചയമില്ലാത്ത ഏജൻസി സൂപ്പർവൈസ് ചെയ്തതിനെ തുടർന്ന് ട്രാക്കുകൾ ഡെവലപ്പ് ചെയ്യുകയും ചോർച്ചയിലെത്തുകയും ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഗവൺമെന്റിനെ അത് ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദിച്ച ചോദ്യം വൻതോതിൽ ഫണ്ടുകളിൽ ക്രമക്കേടുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ ഞാൻ പറയുന്ന ആൻസർ പരിശോധിക്കപ്പെടേണ്ട പല കാര്യങ്ങളും കിഫ്ബി അടക്കമുള്ള ഇവയുടെ ധനവിന്യാസത്തിൽ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അടങ്ങിയിട്ടുണ്ട് എന്ന ചോദ്യം തന്നെ ചോദിക്കാൻ പാടില്ല. ഇതാണ് നിർബന്ധം. നോ ക്വസ്റ്റ്യൻസ്. പറഞ്ഞാൽ പറഞ്ഞു, അത് ചെയ്തേക്കുക, അത്രയല്ല, വേറെ കാര്യങ്ങളൊന്നും. നമ്മൾ അതിനെയാണ് ആദ്യം ഓവർകം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്.